ബിസിനസ് സ്റ്റഡീസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് ഡെപ്പോസിറ്ററീസ് എന്നുള്ളതാണ്. അതായത് സെക്യൂരിറ്റീസുകൾ കൈവശം വെക്കുന്ന സമയത്ത് അതിൽ പേപ്പർ വർക്കിൽ നിന്ന് മാറിയിട്ട് കടലാസ് നിർമ്മിതത്തിൽ നിന്ന് മാറിയിട്ട് ഇതിലേക്ക് ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കുന്ന ഒരു രീതിയാണ് ഡീമെറ്റീരിയലൈസേഷൻ. അതായത് കോർപ്പറേറ്റ് സെക്യൂരിറ്റികൾ കൈവശം വെക്കുന്ന ഓഹരി ഉടമകൾക്കാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കാരണം കടലാസ് നിർമ്മിതമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നീട് ഉണ്ടാക്കാനുള്ള പ്രയാസം, അതുപോലെ തന്നെ അതിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റി കിട്ടാനെടുക്കുന്ന ഒരു പ്രയാസം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പോംവഴി എന്ന നിലക്ക് 1996 ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇങ്ങനെ ഡെപ്പോസിറ്ററീസ് ആക്ട് കൊണ്ടുവരികയുണ്ടായി. 1996 ഡെപ്പോസിറ്ററീസ് ആക്ട് കൊണ്ടുവന്നു നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൽ എന്താണ് ഒരു ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ? ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡറുടെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കുന്ന ഒരു ഓർഗനൈസേഷനെയാണ് എന്താ പറയുക, ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. എ ഡെപ്പോസിറ്ററി ഈസ് ആൻ ഓർഗനൈസേഷൻ where the securities of a shareholder are held in electronic form. അതായത് ഡെപ്പോസിറ്റേഴ്സിന് ഇതൊരു ബാങ്ക് ഹോൾഡിംഗ് മണി എന്നുള്ള രൂപത്തിൽ തന്നെ ഇതവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓഹരി ഉടമസ്ഥയുടെ അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു ഇലക്ട്രോണിക് രേഖയായിട്ടാണ് ഏതിനെ കണക്കാക്കുക, ഡെപ്പോസിറ്ററിയെ കണക്കാക്കുന്നത്. ഇനി ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഡെപ്പോസിറ്ററീസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും 2 ഡെപ്പോസിറ്ററീസ് ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, NSDL. അതിന്റെ അടച്ചു തീർത്ത മൂലധനം എന്ന് പറയുന്നത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 300 crores ആണ്, 300 കോടിയാണ് ഇതിന്റെ എന്താ പറയണത്, അടച്ചു തീർത്ത ക്യാപിറ്റൽ. അതേപോലെ തന്നെ മറ്റൊന്നാണ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്, CDSL. ഇതിന്റെ അടച്ചു തീർത്ത മൂലധനം എന്ന് പറയുന്നത് 100 കോടിയാണ് 99, മറ്റേ 96. പ്രധാനമായിട്ടുള്ള 2 ഡെപ്പോസിറ്ററീസ് ആണ്, ഒന്ന് NSDL മറ്റൊന്ന് CDSL. ഇനി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്ററുടെയും ഇൻവെസ്റ്ററുടെയും ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഏജന്റിനെയാണ് എന്താ പറയുക, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ഈസ് ആൻ agent of the depository and functions as the connecting link between the depository and the investor. ഇപ്പോൾ ഇൻവെസ്റ്ററുടെയും ഡെപ്പോസിറ്ററുടെയും ഇടയിൽ ലിങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡെപ്പോസിറ്ററി ഏജന്റ് ആണ് ആര്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡീമെറ്റീരിയലൈസേഷൻ? ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് അതിനോട് തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്ന ആരുടെ റിക്വസ്റ്റ് പ്രകാരം, ഇൻവെസ്റ്ററുടെ റിക്വസ്റ്റ് പ്രകാരം എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നു. ഇതിന്റെ ക്വാണ്ടിറ്റി, ഷെയറിന്റെ എണ്ണത്തിലൊന്നും മാറ്റം വരാതെ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റിന് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് എന്താ പറയാ, ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ദാഢ്യ നിർദ്ദേശപ്രകാരം നിക്ഷേപകന്റെ അഭ്യർത്ഥന പ്രകാരം തന്നെ അയാളുടെ പേപ്പർ സർട്ടിഫിക്കറ്റുകൾ അതിന്റെ തുല്യ മൂല്യത്തിനും സംഖ്യക്കും ആയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റിയിട്ട് അയാളുടെ അക്കൗണ്ടിൽ വരവ് വെക്കുന്ന പ്രക്രിയയാണ് എന്താ പറയാ, ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സർട്ടിഫിക്കറ്റിന് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുക, കടലാസ് രൂപത്തിലുള്ളതിനെ എതിലേക്ക് മാറ്റുന്നു, ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുക. അതിൻ്റെ വാല്യൂവിലോ അതിൻ്റെ എമൗണ്ടിലോ ഷെയർസിൻ്റെ എണ്ണത്തിലോ ഒന്നും കുറവ് വരുത്താത്ത അതേ മൂല്യത്തിൽ തന്നെ മാറ്റുന്നതിനെയാണ്
ആരുടെ റിക്വസ്റ്റ് പ്രകാരം? ഇൻവെസ്റ്ററുടെ റിക്വസ്റ്റ് പ്രകാരം മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് എന്ത് വേണ്ടി വരും? ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതില് അങ്ങനെ ഒരുക്കുന്ന ഈ ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ റെഡിയാക്കുന്ന സംഘടനയാണ് എന്ത് പറയാ? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? നെക്സ്റ്റ് ഏരിയ ആണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 993 അതിന് എന്തിട്ടുണ്ട്? അംഗീകാരം ലഭിക്കുന്നത്. 993 NSEക്ക് അംഗീകാരം കിട്ടുന്നത്. സെറ്റപ്പ് ചെയ്യുന്നത് എന്നാണ്? സെറ്റപ്പ് ചെയ്യുന്നത് 992 902 NSE സ്ഥാപിക്കുന്നത്. 92 സ്ഥാപിച്ചു, 93 അതിന് അംഗീകാരം ലഭിച്ചു, 94 പ്രവർത്തനം ആരംഭിച്ചു. ഈ 3 വർഷം ഓർത്തിരിക്കണം. അപ്പൊ അതില് ആരൊക്കെ കൂടിയിട്ടാണ് ഇത് NSE സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? അതായത് എല്ലാ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ബൈ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് IDBI, ICICI, IFCI ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളായിട്ടുള്ളതും അപ്പോൾ തന്നെ IDBIയും ICICIയും എല്ലാവരും കൂടെ ചേർന്ന് 992 നവംബറിലാണ് ഏത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? NSE സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതില് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ 1993 അതുപോലെ തന്നെ സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ജൂലൈ 1 ജൂലൈ 1994 NSE പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നിക്ഷേപകർക്ക് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും, അതായത് സെക്യൂരിറ്റികളിലും ഓൺലൈൻ സംവിധാനമാണെങ്കിലും അവിടെയൊക്കെ എന്ത് ചെയ്യും? ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് NSE മെയിനായിട്ട് ചെയ്യണത്. അതായത് പ്രൊവൈഡ്സ് കൺട്രി വൈഡ് സ്ക്രീൻ ബേസ്ഡ് ആൻഡ് ഓൺലൈൻ ഫെസിലിറ്റീസ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇനി NSEയുടെ മാർക്കറ്റ് സെഗ്മെന്റ്സുകൾ എന്തൊക്കെയാണ്? മാർക്കറ്റ് സെഗ്മെന്റ്സ് അതായത് വിപണിയുടെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ്, അതായത് മൊത്തമായിട്ടുള്ള ഒരു ഡെപ്റ്റ് മാർക്കറ്റ്. അതായത് സ്ഥിരം പലിശ കിട്ടുന്ന വിവിധതരം സെക്യൂരിറ്റീസുകൾ ഏതൊക്കെയാണ്? സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക? ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള അതിനകത്ത് ഉൾക്കൊള്ളുന്ന ഏതൊക്കെ? അതായത് സ്ഥിരമായിട്ട് വരുമാനം, അതായത് പലിശ കിട്ടിക്കൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റീസും എന്ത് ചെയ്യുക? കച്ചവടത്തിന് സൗകര്യം ഒരുക്കുക. അതേതൊക്കെയാണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ബോണ്ടുകൾ, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്സുകൾ. ഇതൊക്കെയാണ് ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റിൽ ഉൾക്കൊള്ളുന്നത്. രണ്ടാമത്തതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ്സ്. 2 തരത്തിലുള്ള സെഗ്മെന്റ്സുകളെ ഒന്ന് ഹോൾസെയിൽ മാർക്കറ്റ് സെഗ്മെന്റും രണ്ടാമത്തത് ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ്, അതായത് മൂലധന വിപണി വിഭാഗം. അതിനകത്ത് ഏതൊക്കെയായിരിക്കും? ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, റീറ്റെയിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇതൊക്കെയാണ് മൂലധന വിപണി വിഭാഗത്തിൽ പെടുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ്സിനകത്ത് ഉൾക്കൊള്ളുന്നത്. അപ്പൊ 2 തരത്തിലുള്ള മാർക്കറ്റ് സെഗ്മെന്റ്സ് ആണുള്ളത്. ഒന്നാമത്തത് എന്താ പറഞ്ഞത്? ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ്. സെക്കൻഡ് വൺ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ്. ഇനി NSEയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് നാഷൻ വൈഡ് കവറേജ്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്തിട്ടുന്നുണ്ട്? ഓൾ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസിനും ട്രേഡിംഗ് ഫെസിലിറ്റി, നാഷൻ വൈഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് എല്ലാ ദേശവ്യാപകമായിട്ടുള്ള രീതിയിൽ കച്ചവടം ചെയ്യാനുള്ള ഒരു സൗകര്യം ആരൊരുക്കുന്നുണ്ട്? NSE ഒരുക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് ആണ് ഈക്വൽ ആക്സസ്, തുല്യമായിട്ടുള്ള അവസരം എന്ന് പറയുമ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും
ആശയവിനിമയങ്ങൾ ശൃംഖല വഴി എന്ത് ചെയ്യുന്നുണ്ട്, തുല്യമായിട്ടുള്ള അവസരം ഉറപ്പുവരുത്തുന്നുണ്ട്, ഈക്വൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം. അതായത് എല്ലാ ട്രാൻസാക്ഷൻസും ഇലക്ട്രോണിക്കലായിട്ടാണ് നടക്കുന്നത്. ഫെയർ ആയിട്ടുള്ള രീതിയിൽ, എഫിഷ്യൻ്റ് ആയിട്ടും സുതാര്യമായിട്ടുള്ള രീതിയിലായിരിക്കും NSEയുടെ ട്രേഡിംഗ് എല്ലാം നടക്കുന്നത്. ഫോർത്ത് പോയിന്റ് ആണ് ഷോർട്ടർ സെറ്റിൽമെന്റ്. ഷോർട്ടർ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വമായിട്ടുള്ള രീതിയിലുള്ള സെറ്റിൽമെന്റ്. അതായത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്ന സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ബുക്ക് എൻട്രി സെറ്റിൽമെന്റുകളും എല്ലാം വളരെ കുറഞ്ഞ ടൈമിനുള്ളിൽ നടത്തുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇന്റർനാഷണൽ അന്തർദേശീയമായിട്ടുള്ള നിലവാരങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് NSE. അപ്പം NSE ലക്ഷ്യങ്ങളാണ് ഒന്ന് നാഷണൽ വൈഡ് കവറേജ്, അതുപോലെ തന്നെ ഈക്വൽ ആക്സസ്, ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം, ഷോർട്ടർ സെറ്റിൽമെന്റ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് ഒന്നാണ് OTCI. ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. OTCI. അതിനകത്ത് OTCI എന്നുള്ളതിൽ OTC എന്ന പേരിലാണ് ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത്. അതായത് ഇതിനകത്തുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആരൊക്കെയാണ് ഈ ഒരു OTC അല്ലെങ്കിൽ OTCI ഉണ്ടാക്കുന്നതിന് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഏതൊക്കെയാണ്? UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ICICI, IDBI, IFCI, SBI ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെന്റ്സ്, LIC, GIC, അതുപോലെ തന്നെ ക്യാൻ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്. ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് 1992 സെപ്റ്റംബർ 29 OTCI എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1992 തന്നെയാണ് NSEയും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. OTCയും എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992. ഇതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് 1956 തന്നെ. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നത്, ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു മാർക്കറ്റ് പ്ലേസ് ഒന്നും ആവശ്യമില്ലാത്തതാണ് എന്ത് OTCI. ഇതിന് പ്രത്യേകിച്ച് നിശ്ചിത ഒരു വിപണിക്കൊരു സ്ഥലമൊന്നും ഏതിനാവശ്യമില്ല, OTCIക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതൊരു നാസ്ഡാക്കിന്റെ മാതൃകയിൽ, നാസ്ഡാക്ക് എന്ന് പറഞ്ഞാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡീലേഡ് ഓട്ടോമേറ്റഡ് കൊട്ടേഷൻസ് രൂപത്തിലായിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഇനി ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, അതായത് OTC മാർക്കറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് മെറിറ്റ്സ് ആണുള്ളത്? ഒന്നാമത്തത് ഹെൽപ്സ് സ്മോളർ കമ്പനീസ്, ചെറിയ കമ്പനികളെ സഹായിക്കുക. OTCIയുടെ പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ചെറിയ കമ്പനികളെ സഹായിക്കുക എന്നുള്ളതാണ്. അതായത് ചെറിയ കമ്പനികൾക്കും എന്ത് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ ഉണ്ടാവും. വലിയ അതിനനുസരിച്ചുള്ള കമ്പനികളൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കമ്പനികൾക്കൊക്കെ കച്ചവടത്തിന് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് OTCI ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് കോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ്. ഇതിൽ OTC മാർക്കറ്റ് എന്ന് പറയുന്നത് ചെലവ് കുറഞ്ഞ രീതിയാണ്. അതുപോലെ തന്നെ ഈസി ആക്സസ്, എളുപ്പത്തിൽ എന്ത് ചെയ്യാം, പ്രവേശിക്കാം. വലിയ ഫോർമാലിറ്റീസുകളൊന്നും ഇതിനകത്ത് ഇല്ല. അതായത് കുറച്ച് അംഗങ്ങളുള്ളപ്പോൾ അതുകൊണ്ട് മൂലധനം സംഭരിക്കാനും എന്ത് ചെയ്യാൻ പറ്റും, പൊതുജനങ്ങളെ സമീപിക്കാൻ പറ്റും. മറ്റേതാണ് ഓപ്ഷൻ. അതായത് കച്ചവടക്കാർക്ക് എന്ത് ചെയ്യാം, കച്ചവടക്കാർക്ക് പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റും അവരെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും. മറ്റേതാണ് ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് നിക്ഷേപകർക്ക് എന്ത് ചെയ്യുക, നിക്ഷേപകർക്ക് അവർക്ക് പ്രൈമറി മാർക്കറ്റ് ആണെങ്കിലും സെക്കൻഡറി മാർക്കറ്റ് ആണെങ്കിലും നിക്ഷേപകർക്ക് സെലക്ട് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ ചോയ്സിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ട്രാൻസ്പെറൻസി, സുതാര്യത ഉണ്ട്. അതായത് എന്താണ്, ഇത് സെക്യൂരിറ്റി ഡെലിവറിയിലൊന്നും എന്ത് ചെയ്യുന്നില്ല, വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കണില്ല. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻഫർമേഷൻ ഫ്ലോസ്, നേരിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതായത് വിവരങ്ങളൊക്കെ എന്തായിരിക്കും, നല്ല രീതിയിൽ നേരിട്ട് തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടുന്നു. ഇതാണ് OTC മാർക്കറ്റിന്റെ ഗുണങ്ങൾ. ഇനി ഇതിനകത്ത് മറ്റൊന്നാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE. BSE എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓൾഡസ്റ്റ് ഇൻ ഏഷ്യ. ഇത്
അതായത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ 1875 നെഗറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് 1875 സ്ഥാപിതമായത്. ആദ്യം സ്ഥാപിതമായപ്പോൾ 1875 അതിന്റെ ഏത് പേരിലായിരുന്നു? നെഗറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന് സ്ഥിരം അംഗീകാരം ലഭിച്ചത് ആദ്യം ലഭിച്ച എക്സ്ചേഞ്ച് ആണ്. 1986 എന്താണ് പെർമനന്റ് റെക്കഗ്നിഷൻ ലഭിച്ച ആദ്യം ലഭിച്ച സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ 1956 കമ്പനീസ് ആക്ട് പ്രകാരം ഇതിന്റെ പ്രൊവിഷൻസുകളെല്ലാം തന്നെ കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിനകത്ത് കൂടുതലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഏതിനകത്തായിരിക്കും? BSEയിലായിരിക്കും. അതുപോലെ തന്നെ ഇടപാടിന്റെ കാര്യത്തിലാണെങ്കിലും 5ാം സ്ഥാനമുള്ള ഒന്നാണ് BSE. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റികൾ ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ടുണ്ട്. A, B, അതുപോലെ S, T, Z എന്നിങ്ങനെ ഗ്രൂപ്പുകളാക്കിയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് നടത്തുന്നത് ഇക്വിറ്റി, ഡെപ്റ്റുകൾ, ഡെറിവേറ്റീവ്സ് ഇതിനൊക്കെയാണ് ഇതിൽ മാർക്കറ്റിംഗ് നടത്തുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ അതായത് ലാർജസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏറ്റവും കൂടുതൽ വിപണി മൂലധനവൽക്കരണം നടത്തുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിൽ തന്നെ ഒരു 14 ഓരോ ഭാഗത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും കിഴക്കൊക്കെ ആയിട്ട് ഒരുപാട് 24ഓളം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ